തമ്പടിക്കാന്ന് വിചാരിച്ച് പോണേ കേട്ടോ, വല്ല ബീച്ചിലോ പാർക്കിലോ ഒക്കെ. അപ്പം ഇന്ന് പെരുന്നാളായിട്ട് അവധിയായ കാരണം ഇപ്പം എല്ലാവർക്കും ഈദ് മുബാരക്ക്. നമ്മൾ പെരുന്നാളായ കാരണം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ നമ്മൾ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോവാമെന്ന് വിചാരിച്ചു. എല്ലാ സാധനം എടുത്തുകൊണ്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മൾ പായും കസേരയൊക്കെ ആയിട്ടാട്ടോ പോകുന്നത്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ഒരു സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ വരാമെന്നുള്ള ഒരു കണക്കൂട്ടലാണ്. പിന്നെ മാള് കളിക്കാനായിട്ട് പാമ്പും കോടിയും ചീട്ടോ ഏതാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കസേര നമ്മൾ നേരത്തെ മേടിച്ചു വെച്ചേക്കണം കേട്ടോ. മേടിച്ചു വെച്ചാൽ എവിടെയെങ്കിലും പോകാമെന്ന് എന്നും വിചാരിക്കും. ഇതുവരെയായിട്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാം ആയിട്ട് പോവുകയാണ്. വെയിലുണ്ട് കേട്ടോ, ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല വെയിലുണ്ട്, പക്ഷെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ തുണികൾ വരെ അവധിയായിരുന്നു. ആദ്യത്തെ സ്ഥലത്തിലില്ല, രണ്ടാമത്തെ സ്ഥലത്തോട്ടൊന്നും പോയി നോക്കാം. പെരുന്നാളായിരുന്നു എല്ലായിടത്തും ഹോട്ടലുകളൊക്കെ അവധിയാന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ചായ കിട്ടിയില്ല. നമ്മളിനി അടുത്ത പേജിൽ പറഞ്ഞ താണ്ടി പോവുകയാണ്. അവിടെ നോക്കാം. പിന്നെ ഇവിടെ തന്നെ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ, പെരുന്നാളായതുകൊണ്ടാണ്. ഇവിടെ തുറന്നിട്ടുണ്ട് ഇത് തെലി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാട്ടോ. അപ്പോൾ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ചായക്കടിയൊക്കെ കിട്ടും കേട്ടോ, നല്ല ചായയും കിട്ടും, അടിച്ചായയൊക്കെ കിട്ടും. ഞങ്ങൾ ഒരു പഴംപൊടി, പിന്നെ 2 കട്ട്ലേറ്റ്, ഒരു പപ്സ് അല്ല കേട്ടോ. അത് ബണ്ണിനകത്ത് മുട്ട ചേർത്തൊരു വെറൈറ്റി സാധനം, അതാണ് മാള് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ മേടിച്ചു. ചായ കൂടി ഇവിടെ നിന്നാക്കി. പിന്നെ ബില്ലടിക്കുന്ന സമയത്ത് ഞാനും മാളും ഒരു മിഠായി മേടിക്കും കേട്ടോ. മാളും മാങ്കോ മിഠായി, ഞാൻ സ്ഥിരം ഈ തേങ്ങാ മിഠായി. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാട്ടോ, പെട്ടെന്ന് സ്ഥലം കിട്ടും എന്നുള്ള ധാരണയിൽ. ഇവിടെ വന്നപ്പം ഒരിച്ചിരി സ്ഥലമില്ല കേട്ടോ. പാർക്കിംഗ് തന്നെ കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. നിറയെ ആള് എല്ലാം എടുത്തിരിക്കുന്നവിടത്തും ബീച്ചിലെല്ലാം നിറയെ ആളാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിവിടെ അസൈബ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിറയെ ആള്, ബീച്ചിലൊന്നല്ല, നിറയെ ആള്. പൂവാട്ടിട്ടുണ്ട് വന്നേക്കണം. അപ്പൊ ഇവിടെ മണ്ണായാണ്ട് ഷൂ ഇനി നമ്മൾ സ്ഥലം കണ്ടുപിടിക്കണം ഇരിക്കാനായിട്ട്. എവിടെയെങ്കിലും ഒരു തണലുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു ഇച്ചിരി തണലുള്ള സ്ഥലം നോക്കി കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് വെയിൽ പോകുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തണലുള്ള സ്ഥലം കണ്ടുപിടിച്ചു. മാള് കളിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കുമ്പോൾ സമയത്ത് മാളൊരു ബോറടിയാണ്. നിറയെ ആളുണ്ട് കേട്ടോ. വെയിലുണ്ട്, ചെറിയൊരു മരത്തണലയിൽ വന്നിരിക്കുകയാണ്. അപ്പം തന്നെ വെയിൽ പോകും, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാനും മാളും കൂടെ ചീട്ട് കളിക്കാമെന്ന് വിചാരിച്ച് ചീട്ട് കളിക്ക് കയറി കേട്ടോ. ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ ഇവിടെ നല്ല രസമായിട്ടോ. ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നമ്മളെപ്പോലെ തന്നെ വന്നതേ ഒരേ സൈഡ് പിടിച്ചിട്ടുണ്ട്. കാരണം തണലായി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് എല്ലാവരും സ്ഥലം പിടിക്കും കേട്ടോ. ഇനി ഇവർ രണ്ടുപേരും കളിക്കുകയാണ്. ഞങ്ങൾ സെറ്റ് കളിക്കായിരുന്നു ചീട്ടില്. അപ്പം ഞാൻ ആദ്യം ജയിച്ചു പോയി. ഇനി അച്ഛയും അമ്മയും കൂടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. കുറച്ച് നേരം അങ്ങനെ കളിച്ചൊക്കെ ഇരുന്നു. കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ വന്നിട്ട് 1.5 മണിക്കൂറായെങ്കിലും നമുക്ക് സമയം അങ്ങനെ പോകുന്നത് മനസ്സിലാവുന്നില്ല. നല്ല രസമാണ്, നല്ല കാറ്റ്, ചൂടറിയുന്നൊന്നുമില്ല. പിന്നെ ഈ ആളുകളെല്ലാം ഇങ്ങനെ കുട്ടികൾ കളിക്കണു. അങ്ങനെ എല്ലാവരും ഓരോരോ ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷം, അടിപൊളിയായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിങ്ങനെ ചിലവാക്കാൻ. അവധി ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെയല്ല, നമുക്ക് വീട്ടിലിരുന്ന് അവധി ദിവസങ്ങൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. എല്ലാവരും ഇങ്ങനെയായിട്ട് സമയം ചിലവഴിക്കുന്ന അവധി ദിവസങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കും. പിന്നെ ഫാമിലികൾ കുറച്ച് പേരുണ്ട്, അവരൊന്നിച്ചാൽ വരുന്നെങ്കിൽ ഇച്ചിരി കൂടെ രസം ഉണ്ടാവട്ടെ. ഇന്നിപ്പോൾ എല്ലാവരും തിരക്കായിപ്പോയി. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങണ്ടാട്ടോ. ഇന്നിപ്പോൾ സന്ധ്യ വരെ ഇവിടെ ഇരുന്നു. സന്ധ്യ ആയപ്പോഴത്തേനും കൊതുക് വന്നു തുടങ്ങി കേട്ടോ ഇവിടെ. പിന്നെ ബാസിനും ഫാമിലിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ബീച്ചിൻ്റെ അവിടെ പോയി കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നിർത്തി എണീറ്റു കേട്ടോ. കാരണം ഇവിടെ നല്ല കൊതുകുണ്ട്. പരിപാടി നിർത്തി കുറച്ചു നേരം ചീട്ടൊക്കെ കളിച്ച്. കൊതുകാണ്, ഭയങ്കര കൊതുക്. അത് കാരണം ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പൊ ഗായ്സ്, നമ്മള് ആ പാർക്കിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സമയം
7:23 സമയം. അപ്പൊ നമ്മൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മള് ബാസ്നഗറിലൊക്കെ കണ്ടു. അവര് വന്നു. നമ്മൾ ബാസ്നഗറിലൊക്കെ കണ്ടായിരുന്നു. അവരുടെ കൂടെ വേറൊരു പാർക്കിലോട്ട് പോവാണ്. അവിടെ നിറച്ച് കൊതുകായിരുന്നു കേട്ടോ. കാലൊക്കെ നിറച്ച് കൊതുക്. അപ്പൊ അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനി അടുത്ത പാർക്കിലേക്ക് കേട്ടോ. അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടുത്തെ പാർക്കിലെത്തി. ഞങ്ങളിതേ എത്തി. ഞങ്ങളിപ്പുറം കേട്ടോ പാർക്ക് ചെയ്തേ. ബാസിനൊക്കെ അപ്പുറയാണ് കിട്ടി. ഇവിടെയും തിരക്കൊക്കെ തന്നെ കേട്ടോ. ഇപ്പം നിമ്മിയും പായൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോസും ബാസിന് വരുന്നുണ്ട്. ഞങ്ങൾ അപ്പോസിന് ഒരു ബോള് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോസിന് ബോറടിക്കാതിരിക്കാനായിട്ടൊരു ബോള് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബോള് കടയിൽ കയറിയിട്ട് അവിടെ തന്നെ 2-3 ഇതുപോലത്തെ പെട്ടിക്കടകളുണ്ട് കേട്ടോ. അപ്പോസിനൊരു ബോള് മേടിച്ചു. ഞങ്ങളവിടെ നിന്ന് കുറേ നേരമൊക്കെ കളിച്ചു, വർത്താനൊക്കെ പറഞ്ഞു. ഒത്തിരി രാത്രിയായി കേട്ടോ. നമ്മളപ്പോൾ തിരിച്ചു പോകാറായി. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.